ജീവിതത്തിന് ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവര് പലതരത്തിലുള്ള അധ്വാനിച്ചവരാണ്. പക്ഷേ അവരുടെ രക്തത്തിൽ പോകുന്ന അവരുടെ രക്തത്തിലായി കഴിയുന്ന മുസ്ലിമുകളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ ഒരു മോശമായ രൂപത്തിലാണെന്ന് ജനങ്ങൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ വെറും ഇംഗ്ലീഷുകാരോട് മാത്രമല്ല, ഹോളണ്ടിൽ നിന്ന് വന്ന ഡച്ചരോടും പോർച്ചുഗീസരോടും ഫ്രഞ്ചിനോടും നമ്മളൊക്കെ അവരൊക്കെ ഈ നാട്ടിൽ നിന്ന് പുറത്തു പോകാൻ വേണ്ടി നമ്മുടെ മുസ്ലിങ്ങളായ ആളുകൾ വളരെയേറെ പോരാടിയിട്ടുണ്ട്. ആദ്യമായി ഏകദേശം 1731 മുതൽ 1947 വരെയാണ് ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ആളുകൾ. അത് ഏറ്റവും ആദ്യമായി ബ്രിട്ടീഷുകാരെ എതിർത്ത് ദീന്റെ ഭാഗമാണ്, മതത്തിന്റെ ഭാഗമാണെന്ന് പ്രഖ്യാപിച്ച ബഹുമാനപ്പെട്ട ഷാഹ് വലിയുല്ലാഹി ദഹ്ലവി, അദ്ദേഹം മഹാനവരുകൾ ഇന്ത്യയുടെ ഏതൊരാളുടെ ഹദീസ് ഇന്ത്യയിൽ നിന്നിട്ട് സനത് പുറത്തു പോകുന്നുണ്ടെങ്കിൽ അത് മഹാനിലെ കൂടെയാണ്. അദ്ദേഹം ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുക എന്നുള്ളത് ഒരു ആരാധനയാണ്, മതത്തിന്റെ ഭാഗമാണെന്ന് വരെ മഹാനവരുകൾ പ്രഖ്യാപിക്കുകയും അക്കാലത്ത് ജനങ്ങളെല്ലാം സ്വീകരിക്കുകയും ചെയ്തിരുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഇതിന് ശേഷം അദ്ദേഹത്തിന്റെ മക്കളായ ഷാഹ് അബ്ദുൽ അസീസ് ദഹ്ലവി, ഷാഹ് ഇസ്ഹാഖ് ദഹ്ലവി, ഇങ്ങനെ അവർ ആദ്യ കാലത്ത് തന്നെ ഇതിനു വേണ്ടി സംഘടനകൾ രൂപീകരിച്ച് വലിയ ഒരു സംഘടനകൾ ഉണ്ടാക്കി ഈ സ്വാതന്ത്ര്യ പോരാട്ടത്തിന് വേണ്ടി പ്രവർത്തിച്ചവരാണ്. യുപിയിലെ സ്ഥാപനമാണ് ദാറുൽ ഉലൂം ദേവബന്ദ്. ഇതിനു വേണ്ടി തന്നെ സ്ഥാപിച്ച ഒരു സ്ഥാപനമാണ്. അതില് പിന്നെ അവിടുന്ന് ബിരുദം വാങ്ങിയ ആളുകളാണ് ഖാസിമികൾ എന്ന് പറയുന്ന ആൾക്കാർ. അപ്പൊ ആ കോളേജിൽ തന്നെ സ്ഥാപിക്കുന്നത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണെന്ന് ചരിത്രം പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ അത്തരം മഹാന്മാരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ആ മഹാന്മാരുടെ രക്തത്തിൽ നടക്കുന്നവരാണ് നമ്മളൊക്കെ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്നിട്ടും നമ്മളെ പറ്റി വളരെ മോശമായ രൂപത്തിൽ സ്വാതന്ത്ര്യമില്ലാതെ ഇന്ന് ജീവിക്കാൻ പോലും, ഒരു യഥാർത്ഥം നോക്കിയാൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും മുസ്ലിങ്ങളായ നമുക്കില്ല. ആരാധന സ്വാതന്ത്ര്യമോ ആവിഷ്കാര സ്വാതന്ത്ര്യമോ സർവോപരി ഒരു ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും മുസ്ലിമുകൾക്ക് ഇല്ലാത്തൊരവസ്ഥയിലാണ് 79 വർഷം പിന്നിട്ട് നാം കഴിയുന്നത്. ഒരു പള്ളിയിലേക്ക് കയറിക്കൊണ്ട് 2 റക്അത്ത് നിസ്കരിക്കാൻ ധൈര്യത്തോടെ നിസ്കരിക്കാൻ കഴിയാത്ത ഒരു സന്ദർഭമാണ് പ്രിയപ്പെട്ടവരെ. അതേ സമയത്ത് ഇന്ത്യൻ രാഷ്ട്രപിതാവ് ശ്രീമാൻ മഹാത്മാഗാന്ധിയെ രൂക്ഷമായി കൊന്നൊടുക്കിയ ഗോഡ്സെയുടെ അനുയായികൾ, ഇംഗ്ലീഷുകാർക്ക് വേണ്ടി ഇംഗ്ലീഷുകാർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തവർ, അവരുടെ കൂട്ടിൽ തുളച്ചു കൊടുത്തവർ, അവരെ ഇലനക്കികൾക്ക് വേണ്ടി സഹായിച്ചവർ, അവരെല്ലാം സ്വാതന്ത്ര്യത്തിലൂടെ ജീവിക്കുകയാണ്. നമുക്ക് ഒരിക്കലും മറക്കാനാവില്ല. ഇത്തരം ആളുകൾ ബഹുമാനപ്പെട്ട ടിപ്പു സുൽത്താന്റെ കഥകൾ പറയുമ്പോൾ മദ്രസയുടെ 10ാം ക്ലാസിന്റെ പാഠപുസ്തകത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, 100 വർഷം ഒരു കുറുക്കനായിട്ട് ജീവിക്കുന്നതിനേക്കാൾ 1 വർഷം പുലിയായിട്ട് ജീവിക്കലാണ് ഉത്തമമെന്ന് പ്രഖ്യാപിച്ച ടിപ്പു സുൽത്താൻ നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ ഇന്ത്യയും പാക്കും യുദ്ധം നടക്കുന്ന സമയത്ത് തന്റെ ഒരു ഏകമാത്ര പുത്രനെ വെടിഭദ്രതയ്ക്ക് വേണ്ടി വെച്ച ഇസ്മായിൽ സാഹിബിന്റെ സമുദായം, നമ്മൾക്ക് മഹാന്മാരായ ആളുകൾ, മുസ്ലിമുകളായ ആളുകൾ ഈ കൂടുതൽ മുമ്പതിയിൽ പോരാടിയത് മുസ്ലിമുകളാണ്. അവരെയൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ചരിത്ര കഥകളെ ഇന്ന് മാറ്റിമറിക്കുന്നത് ഒരു ഖേദകരമായ ഒരു സംഭവമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയെങ്കിലും മുസ്ലിമുകളായ നമുക്ക് സ്വാതന്ത്ര്യത്തിനായോടെ ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മഹത്തായ പരിപാടിക്ക് സർവ്വവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് തൽക്കാലം എത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.